ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 30, റോമിലെ ആദ്യകാല രക്തസാക്ഷികളുടെ തിരുനാൾ. തിരുസഭയുടെ ശൈശവകാലത്ത് റോമാ സാമ്രാജ്യത്തിൽ പലയിടത്തും മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു. ഘോരമായ 8 ആദ്യത്തേത് AD 64 നീറോ ചക്രവർത്തിയുടെ കാലത്താരംഭിച്ചു. AD 95 ഡൊമീഷ്യനും AD 107 ട്രാജനും AD 135 ഹാർഡിയനും AD 180 മാർക്കസ് ഔറേലിയനും മതമർദ്ദനം തുടർന്നു. AD 222 സെപ്തിയൂസ് സെവേരിയൂസ്, AD 250 ഡേഷ്യസും, AD 257 വലേറിയനും, AD 303 ഡയോക്ലീഷ്യനും അതുതന്നെ ചെയ്തു. 250 വർഷത്തെ അതിക്രൂരമായ മതപീഡനത്തിനു ശേഷം ശാന്തത കൈവന്നത് AD 310 കോൺസ്റ്റാന്റിൻ ചക്രവർത്തി മിലാൻ വിളംബരം എന്ന പ്രശസ്തമായ ഡിക്രിയായിലൂടെ ക്രിസ്തുമതം റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്ന മഹാസംരംഭത്തോടുകൂടിയാണ്. റോമൻ കാനൻ എന്നറിയപ്പെടുന്ന ദിവ്യ ബലിയർപ്പണത്തിലെ ഒന്നാമത്തെ കാനനിൽ ലീനസ്, ക്ലീറ്റസ്, ക്ലമന്റ്, സിക്തൂസ്, കൊർണേലിയൂസ്, സിപ്രിയൻ, ലോറൻസ്, ക്രൈസോഗൊണസ്, ജോൺ പോൾ, ക്രോസ്മോസ്, ഡാമിയൻ എന്നിവരുടെ പേരുകൾ കൂദാശ വചനത്തിന് മുൻപും ഇഗ്നേഷ്യസ്, അലക്സാണ്ടർ, മാർസെലിനൂസ്, പീറ്റർ, ഫെലിച്ചിത്ത, പെർത്തുവ, അഗാത്ത, ലൂസി, ആഗ്നസ്, സിസിലി, അനസ്താസിയ എന്നിവരുടെ നാമങ്ങൾ കൂദാശ വചനങ്ങൾക്ക് ശേഷവും ചൊല്ലുന്നു. ഈ പറഞ്ഞവർ അവരുടെ രക്തസാക്ഷിത്വത്താൽ ദൈവിക സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. ഈ രക്തസാക്ഷികൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ചുടുനിണമാണ് തിരുസഭയുടെ വളർച്ചയ്ക്ക് കാരണമായത്. നമ്മുടെ വിശ്വാസവും ജീവനുള്ളതാണെന്ന് കാണിച്ചു തരാൻ തിരുസഭ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവരെ പോലെ നമുക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം. ഇക്കാരണത്താൽ തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ഇന്നേ ദിവസം ആചരിക്കുന്നു. വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭയ്ക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ
മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.